ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നജിതയാണ് ഉമിയാസ് പ്ലാൻ ബോട്ടിക്കിൽ നിന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സും ആവശ്യപ്പെട്ടു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ബെറ്ററാണെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികളുടെ ശബ്ദം വരും, കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എന്നാലും ഈ വീഡിയോ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിനെക്കുറിച്ച് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഇയറിൽ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഫോൺ നമ്പർ മിസ്സായിപ്പോയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ സെയിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ഡിസ്പാച്ചും കാര്യങ്ങളും നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയറിലാണെങ്കിലും ബൊഗൈൻവില്ലേക്കൊക്കെ നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ ഈ വർഷവും ഞാൻ ഫെബ്രുവരി 2 തുടങ്ങിയാണ് ഡിസ്പാച്ച് 2026 സ്റ്റാർട്ട് ചെയ്തത്. മെയ് 19 വരെയും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. അത് വ്യക്തമായി നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായ അവധികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഐറ്റംസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ മെയിലും തുടങ്ങിയാണ് അയക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് 19 വരെയും നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഡിസ്പാച്ച് ചെയ്യാനുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വ്യക്തി വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും കുറച്ച് പേര് അതിനകത്തേക്ക് ചേരുകയും പിന്നെ മറ്റുള്ളവർക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാലും കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഇന്നീ നിമിഷം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20 പേരോളം റീഫണ്ട് പറഞ്ഞിരുന്നു. കാരണം മെയ് 19 ശേഷം എനിക്ക് ഡിസ്പാച്ച് കാര്യങ്ങൾ പോസിബിൾ ആയിരുന്നില്ല. മെയ് 19 ശേഷം ഏകദേശം ഒരു 5 പേർക്ക് ഞാൻ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ബിസിനസ്സിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും ആ ബിസിനസ്സിൻ്റെ ആ ഇഷ്യൂ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക്, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അത് സ്പ്രെഡ് ആവുകയും ചെയ്തു. അപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് കളമശ്ശേരിയിൽ നിന്ന് ഒന്ന് ട്രാൻസിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാനും തന്നെ ഞാൻ ആ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നു ഈ ഒരു കാര്യങ്ങൾ പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. അതായത് പല സെല്ലേഴ്സ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചില്ല ആരാണ് എന്താണെന്ന്. കാരണം എനിക്ക് എൻ്റെ ഈ സെയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നത് മാത്രമേ ഉള്ളൂ. കാരണം കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ്. നമ്മുടെ കളമശ്ശേരിയിലുള്ള ഉമിയാസിൻ്റെ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുത്ത് ഒരു 2-3 വീഡിയോ പല സെല്ലേഴ്സും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. വേറെ പ്ലാൻസുകളൊന്നും ഇല്ല, ബാക്കിൽ പ്ലാൻസ് ഇല്ല. ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തിരിക്കുന്നത് എല്ലാവരും തന്നെ എൻ്റെ നഴ്സറിയിൽ വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 1-2 വീഡിയോസ് മാത്രം നമ്മൾ പ്ലാൻസ് എടുക്കുന്ന സ്ഥലത്തെ വീഡിയോസ് നമുക്ക് അവർ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലാന്റിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഇന്ന് വരെയും ഒരു പ്രശ്നങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല. പിന്നെ ബൊഗൈൻവില്ലേക്ക് അയക്കുമ്പോൾ ചിലതിൽ ഷെയ്ഡ്സ് മാറിപ്പോയി. അത് പിന്നീട് നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ കസ്റ്റമേഴ്സിന് വിത്തൗട്ട് കൊറിയർ ചാർജ്, വിത്തൗട്ട് എനി അതർ പേയ്മെൻറ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. കംപ്ലയിൻസ് ഉള്ളവർക്ക് 1930 സൈബർ സെല്ലിൽ കോൺടാക്ട് ചെയ്ത്, ഇപ്പോൾ എന്നോട് നേരിട്ട് കംപ്ലയിൻറ്റ് പറയാൻ പറ്റാത്തവർക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള സെല്ലേഴ്സിലേക്കോ അല്ലെങ്കിൽ വേറെ വ്യക്തികളിലേക്കോ പോവാതെ നിങ്ങൾ നേരിട്ട് നിയമപരമായിട്ട് പൊയ്ക്കൊള്ളുക. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറയുക. എന്തായാലും പെൻഡിങ് ഉള്ള ഐറ്റംസ്, ഇപ്പോൾ ട്രാൻസിറ്റിൻ്റെ ഭാഗമായിട്ട് പ്ലാൻസൊക്കെ കുറേ അധികം മോശമായി പോയിരുന്നു. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാനിപ്പോൾ അയച്ചു കൊടുത്തു. പലരും അതിൽ നിന്ന് അവരുടെ ഇതെല്ലാം മാറ്റി പുതിയ പ്ലാൻസുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പാച്ച് കുറേയൊക്കെ ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് മന്ത് ജൂലൈയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈയിൽ എനിക്ക് കുറച്ച് സെയിൽ കമ്പാരിറ്റീവ്ലി എനിക്ക് നോർമൽ സെയിലിനേക്കാളും ഒരു 40% സെയിലിൽ എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ അതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡിസ്പാച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പെൻഡിങ്ങിലുള്ളൊരു 9 കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 9 കസ്റ്റമേഴ്സിൻ്റെ പെൻഡിങ്സും കൂടി ഞാൻ അവർ ഓൾറെഡി ഇൻഫോം ചെയ്തിരിക്കുന്നതുമാണ്. അവരുടെയും കൂടി ഞാൻ ഇപ്പോൾ ഈ വീക്കിൽ അയക്കുവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്പാച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം പലരും എൻ്റെ അടുത്ത് 2-3 ദിവസമായി 2-3 കസ്റ്റമേഴ്സ് പറയുന്നു നിങ്ങൾ ഗ്രൂപ്പിൽ മാത്രം ഇട്ടാൽ പോരാ, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യണം. അത് നല്ലതാണ്. കാരണം നിങ്ങളുടെ പ്രോഡക്ട്സ് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിലേ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും അറിയിക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പാക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉമ്യാസിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ, എന്നോട് ഡയറക്റ്റ് പറയാൻ കഴിയാത്തതാണെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ സൈബർ സെല്ലാകുമ്പോൾ നിങ്ങൾക്ക് ഏത് രാത്രിയും ഏത് വെളുപ്പിനും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് 1930. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് പ്യുവർ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ജെനുവിനായിട്ട് പോകാൻ വേണ്ടി തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജെനുവിനായിട്ടുള്ള കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നേരിട്ട് വരിക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ എൻ്റെ ലൊക്കേഷൻ അപ്ലോഡ് ചെയ്യാത്തത് എനിക്ക് ഇപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് ഞാനൊരു വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു നഴ്സറി അതിൻ്റെയൊക്കെ വർക്കും പ്രോഗ്രസ്സൊക്കെ ഇൻഷാല്ല പിന്നീട് ഉണ്ടാകും. അപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അതുവരെയും എനിക്കൊരു ഓൺലൈൻ സർവീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കളമശ്ശേരിയിലായിരുന്നപ്പോൾ ഡയറക്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാം അവിടെ എത്രത്തോളം പ്ലാൻസുകൾ ഉണ്ടായിരുന്നെന്നും എന്തോരം പ്ലാൻസുകൾ ഞാൻ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാവർക്കും അറിയാം, വാങ്ങിയിട്ടുള്ളവർക്കും അറിയാം ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ സൈബർ സെല്ലിലോ അല്ലെങ്കിൽ നേരിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.